ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റൈസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ. നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ രാവിലെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സാധനമാണ്. കുറഞ്ഞ സമയവും മതി, കുറഞ്ഞ ഇൻഗ്രീഡിയൻസും മതി. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചോദിച്ചിരുന്നു ഈ ഹോബ് ഏതാണ് ബ്രാൻഡ് എന്നുള്ളത്. ബോഷാണ് ബ്രാൻഡ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് പുതിയ വാങ്ങിച്ചതാണ്. അപ്പോൾ കുറച്ചായിട്ടേ ഉള്ളൂ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. കുഴപ്പമില്ല, നല്ല തന്നെയാണ്. പിന്നെ ഇത് ഉപയോഗിച്ച ആൾക്കാരുടെ അടുത്തു നിന്നൊക്കെ ഞാൻ അതിൻ്റെ ഫീഡ്ബാക്ക് എടുത്തതിന് ശേഷമാണ് ഇത് വാങ്ങിച്ചത് കേട്ടോ. ഇപ്പോൾ നമ്മൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ ഞാനൊരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കിലോ ചെമ്മീനാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. 1 കിലോ ചെമ്മീൻ വാങ്ങി ക്ലീൻ ചെയ്തതാണ്. അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ചെമ്മീനിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചൂടാവാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ആ ഒരു ചെമ്മീൻ്റെ കളറൊക്കെ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മാറാൻ വേണ്ടി തുടങ്ങും കേട്ടോ. ചുവപ്പ് കളറായിട്ട് തുടങ്ങും. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണേ, കുറഞ്ഞ ഉപ്പ് മതി ചെമ്മീനായതുകൊണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചൂടാവുന്നതനുസരിച്ച് വേവുന്നതുകൊണ്ട് ഓരോന്നും ചേർത്ത് കൊടുത്താൽ അപ്പം തന്നെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് ആ ഒരു മസാലയിൽ പിടിക്കുകയുള്ളൂ. നമ്മൾ ഒരുപാട് നേരം ഇട്ടത് ഫ്രൈ ചെയ്യണില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് പൊടികളും കൂടി വേണം. കുറച്ച് മുളക് പൊടിയാണ് ആദ്യം ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ തന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രമേ പൊടികളുള്ളൂ. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അപ്പോൾ അത് ചൂടാവുന്നതിനനുസരിച്ച് ആ ഒരു ചെമ്മീനൊക്കെ ചുരുങ്ങി, അതേപോലെ തന്നെ ചെമ്മീനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും കേട്ടോ. ആ ഒരു വെള്ളത്തോട് കൂടിയാണ് നമുക്ക് വേണ്ടിയത്. ഒരുപാട് നേരം ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കണമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പാകത്തിൽ മതിയിട്ട്. അതിപ്പോൾ കണ്ടില്ല, കുറച്ച് വെള്ളം കൂടെ ഉണ്ട്. ഈ ഒരു പാകത്തിൽ നമ്മളിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ചെമ്മീൻ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ചേർക്കുന്ന സമയത്ത് ഒരു റബ്ബർ പോലെയാണ് കേട്ടോ ഉണ്ടാവുക. ഈ ഒരു രീതിയിൽ എടുത്താൽ ഈ ഒരു റൈസിലേക്കും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ തിന്നണ സമയത്ത് ചെമ്മീൻ കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്രൈ ചെയ്ത ചെമ്മീൻ നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതവിടെ മാറ്റി വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ ആ ഒരു സെയിം കുക്കറിലേക്ക് തന്നെ ഒരു മീഡിയം സൈസുള്ള ഉള്ളി കേട്ടോ, ചെറിയ ഉള്ളിയാണ് എടുത്തത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് വാട്ടിയെടുക്കണം. ഇതിലേക്ക് ഇനി ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നല്ല നെയ്യ്, നമ്മൾ ബിരിയാണിക്ക് എടുക്കുന്ന പശു നെയ്യ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഉള്ളി ഒന്ന് സോഫ്റ്റ് ആകണ വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് വാടി കുഴഞ്ഞാൽ മതി. ഇപ്പോൾ ഈ ഒരു പാകത്തിൽ മതി കേട്ടോ. ഇതൊന്ന് വാടി കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് തക്കാളിയും പച്ചമുളകുമാണ് ചേർക്കുന്നത്. പച്ചമുളക് നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. 3 മീഡിയം സൈസുള്ള തക്കാളിയാണ് ചേർത്ത് കൊടുത്തത്. തക്കാളിൻ്റെ അളവ് ഒരിത്തിരി കൂട്ടണം കേട്ടോ. ഉള്ളിനെക്കാട്ടും കുറച്ചധികം വേണ്ടത് തക്കാളിയാണ്. എന്നിട്ട് ആ ഒരു തക്കാളി ഒന്ന് വാടി കുഴയണ വരെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ആ ഒരു തക്കാളിയൊക്കെ ഒന്ന് വാടി കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടേബിൾ സ്പൂൺ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഈ ഒരു മസാലയിലേക്കും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ 1 മിനിറ്റ് വേണ്ട കേട്ടോ, അത്രയും മതി. അപ്പോഴത്തേക്ക് ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി നല്ലൊരു സ്മെല്ല് വന്നോളും. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ വേണം. 1 ടീസ്പൂൺ നിറച്ച് ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ നിറച്ചാണ് എടുത്തത്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്താണ്. പിന്നെ ഗരം മസാല ആണ് വേണ്ടി കേട്ടോ, അത് 1 ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്, അതും 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത്രയും പൊടികളുള്ളൂ. ഇനിയിപ്പോൾ കുറച്ചധികം മല്ലിച്ചപ്പും അതുപോലെ തന്നെ കുറച്ച് കരിവേപ്പിലേ, അത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കുക. അത് നിങ്ങളടുത്തുള്ളതിനനുസരിച്ച് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ ഒരു പൊടികളൊന്ന് വാടി വരണമല്ലോ, ആ പൊടികളൊരു പച്ചമണം ഒന്ന് മാറി വരണം. തീ ചെറുതാക്കി വെക്കണേ. പൊടികൾ ചേർക്കുന്ന സമയത്ത് തീ ചെറിയതാക്കി വെക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ആ ഒരു പൊടികളൊക്കെ ഒന്ന് വാടി വന്നോളും. ഇനി ഇതിലേക്ക് ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയ ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. 1/2 ടീസ്പൂണൊക്കെ മതിയാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചോറും ആ ഒരു റൈസും ഈ ചെമ്മീനൊക്കെ ചേർത്തതിന് ശേഷമാണ് നമ്മൾ നോക്കിയിട്ട് ഉപ്പ് ചേർക്കേണ്ടിയുള്ളൂ. ഇതിപ്പോൾ കൈമ റൈസാണ് കേട്ടോ. ഒരു 4 കപ്പ് കൈമ റൈസ് ഞാൻ അരി കഴുകിയിട്ട് ഊറ്റിയെടുത്തതാണ്. ഇത് പൊതിർത്തി അരിയല്ല, കഴുകി ഊറ്റിയെടുത്തതാണ്. നമ്മൾ ജീരകശാല എന്ന് പറഞ്ഞിട്ടുള്ള റൈസാണിത്, കൈമ റൈസ്. അപ്പോൾ ഒരു 4 കപ്പ് നിറച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു റൈസ് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടാകുന്നവരെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ സാധാരണയായിട്ട് വറുത്ത് വെക്കൂല, അതുപോലെയാണ് ചെയ്യേണ്ടത് കേട്ടോ. റൈസൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. അതുവരെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അതുപോലെ തന്നെ അരി പൊട്ടിപ്പോകാൻ പാടില്ല. വുഡൻ സ്പൂൺ എടുക്കലാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് അരി തീരെ പൊട്ടാണ്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ അരിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളമാണ്, തിളച്ച വെള്ളമാണ് വെച്ച് കൊടുക്കേണ്ടത്. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ശരിക്കും 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള റൈസ് മതി. പക്ഷേ ഇവിടെ നാട്ടിലത്തെ അരിയാന്ന് നോക്കിയപ്പോൾ 1 കപ്പിന് 2 കപ്പിൻ്റെ വെള്ളം വേണ്ടി വരുന്നുണ്ട് കേട്ടോ. ഓരോ അരിക്ക് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഞാൻ വാങ്ങിയ അരിക്ക് ഡബിളാണ് വെള്ളം വേണ്ടിയത്. പക്ഷേ ഞാനിപ്പോൾ ഇതിൽ ഡബിൾ വെച്ചിട്ടില്ല. 4 കപ്പിന് 7 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുത്തത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ചെമ്മീനും അതിൻ്റെ സ്റ്റോക്കോട് കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ചെമ്മീൻ ഇതിൽ കിടന്ന് ചൂടാകുന്ന സമയത്തൊന്നും കൂടെ വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ 1 കപ്പ് കുറച്ചിട്ടാണ് ഞാൻ ഒഴിച്ച് കൊടുത്തത്. 4 കപ്പിന് 8 കപ്പ് എന്നുള്ള വെള്ളം വെച്ചിട്ടില്ല, 7 കപ്പ് വെള്ളം.
അപ്പോൾ ആ ഒരു ചെമ്മീനും കൂടെ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്യേണ്ടി കേട്ടോ. നമ്മൾ കുറഞ്ഞ ഉപ്പ് അതിൽ ചേർത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ആ ഒരു മസാലയിൽ 1/2 ടീസ്പൂണും ചെമ്മീനിലും ചേർത്ത ഉപ്പാണ്, അത് മതിയാവില്ല. അപ്പോൾ ആദ്യം നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം നോക്കിയിട്ട് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഒരു 1/2 ടീസ്പൂണും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ റൈസുകൾ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ഞാൻ പറയുന്നതാണ്, ഉപ്പ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നല്ലോണം ഉപ്പ് ഉണ്ടാവണം, എന്നാലാണ് വെന്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് വരിക. ഇതിന് ഒറ്റ വിസിൽ വരുന്നവരാണ് വേവിച്ചെടുക്കേണ്ടത്. ഒരു മീഡിയം തീയിൽ വെക്കുക. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ തീ ഓഫ് ചെയ്ത് ഇടുക. അപ്പം ഒരു വിസിൽ വന്നതിന് ശേഷം ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ എയറൊക്കെ പോയതിൻ്റെ ശേഷമാണ് തുറക്കണം കേട്ടോ. ഫുള്ളായിട്ട് എയറൊക്കെ പോകുന്നവരെ വെയിറ്റ് ചെയ്യണം. തുറന്ന ഉടനെ നമ്മൾ കുക്കറിൽ വെക്കുന്ന റൈസ് എപ്പോഴും ഇങ്ങനെ ഒരു കുഴഞ്ഞ പോലെ തോന്നും. പക്ഷേ ഒരു 10 മിനിറ്റ് വേണ്ട കേട്ടോ. നമുക്ക് പ്ലേറ്റിലേക്ക് വിളമ്പുന്ന സമയത്ത് തന്നെ നന്നായിട്ട് ഇത് പാകത്തിലായിട്ട് വരും. ഇങ്ങനെ വേറിട്ട് നിൽക്കുന്ന റൈസ് ആയിട്ട് തന്നെ വരും കേട്ടോ. നമ്മൾ കുക്കറിൽ വെക്കുന്ന സമയത്ത് തുറന്ന ഉടനെ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. എന്നിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുത്താൽ മതി. അപ്പം തന്നെ അതൊന്ന് ചൂട് ഒന്ന് വിടുന്ന സമയത്ത് തന്നെ നന്നായിട്ട് നല്ല പാകത്തിൽ നല്ല കറക്റ്റ് വേവിലായിട്ട് വന്നോളും. നല്ല ടേസ്റ്റാണ് ഈ ഒരു റൈസ് കേട്ടോ. അടിപൊളി ടേസ്റ്റിയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റൂല, അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ ഞാനിത് വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ സൈഡ് ഡിഷ് എന്ന് പറയുന്നത് ഒന്നുകിൽ പരിപ്പ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ പുളിയാണ ഉണ്ടാക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒന്നും ചെയ്യണില്ല, നമ്മൾ പിക്കിൾ വെച്ചിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ വേറെ ഒന്നും ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നില്ല. നമുക്ക് രാവിലെയൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റൈസാണ്. മീനൊക്കെ എപ്പോഴും കുറച്ച് ചെമ്മീനൊക്കെ വാങ്ങി നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ രാവിലെ ഒരു 10-15 മിനിറ്റ് മാക്സിമം കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ്. എല്ലാവർക്കും ഇഷ്ടമാവും, നല്ല ഫ്ലേവറുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ശരി, അസ്സലാമു അലൈക്കും.